2022 ആരംഭിച്ച റഷ്യയുടെ ഉക്രൈൻ അധിനിവേശവും പിന്നീട് നടന്നുവരുന്ന യുദ്ധവും അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് റഷ്യക്കെതിരെ നടത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ. എന്നാൽ ലോകത്തിലെ പ്രധാന രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നിവർ ഈ ഉപരോധങ്ങൾ മറികടന്ന് റഷ്യയോട് പല രംഗത്തും സഹകരിക്കുന്നുണ്ട്. ഇത് അമേരിക്ക വളരെ ശക്തിയോടെ എതിർത്തുവെങ്കിലും ഈ മൂന്ന് രാജ്യങ്ങളെയും അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടുവരുമെന്ന് അമേരിക്ക പറഞ്ഞുവെങ്കിലും അത് അമേരിക്കയെ കൂടി ബാധിക്കുന്നതിനാൽ ഇതുവരെ അമേരിക്ക അതിന് മുതിർന്നിട്ടില്ല. ഏഷ്യ വൻകരയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി അമേരിക്ക നടത്തിയ പല കളികളും ട്രംപിലൂടെ ലോകം കേട്ടതാണ്. ഇന്ത്യ പാക് യുദ്ധകാലത്തും മധ്യസ്ഥത എന്ന പേരിൽ ഇത്തരം ടെക്നിക്കുകൾ ട്രംപ് നടത്തിയിരുന്നു. പിന്നീട് റഷ്യയോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് 100% അധിക നികുതി ഏർപ്പെടുത്തും എന്നുവരെ ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു. ഉക്രൈന് ദീർഘദൂര മിസൈലുകളും മറ്റ് ആയുധങ്ങളും നൽകുമെന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 50 ദിവസത്തിനുള്ളിൽ യുദ്ധം നിർത്തണമെന്നാണ് റഷ്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യയോട് മാത്രമല്ല, റഷ്യയോട് സഹകരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധം നിർത്തുവാനുള്ള പ്രയത്നങ്ങളിലേക്ക് പോകണമെന്നും വ്ളാഡിമിർ പുടിനെ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം എന്നും ട്രംപിന്റെ നിർദ്ദേശത്തിൽ വ്യക്തമാണ്. ട്രംപ് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന അവസ്ഥയിൽ ഇപ്പോൾ ആ വാക്കുകളുടെ ആവർത്തനവുമായി വന്നിരിക്കുന്നത് നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെയാണ്. 3 രാജ്യങ്ങളുടെയും പേര് എടുത്തു പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധവും ഇരട്ടി ടാക്സും ചുമത്തുമെന്ന് മാർക്ക് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരിക്കൽ ഈ ചോദ്യം ജയശങ്കറിനോട് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ റഷ്യയോടുള്ള വിപണനം ഇന്ത്യയുടെ വിപണനത്തെക്കാൾ 10 മടങ്ങാണ് എന്ന കാര്യം കൃത്യമായി ഉദാഹരണങ്ങളോടെ അദ്ദേഹം മറുപടിയായി പറയുകയുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷം വാങ്ങുന്ന ഇന്ധനത്തിന്റെ അളവിന് സമാനമായ ഇന്ധനം മാത്രമേ ഇന്ത്യ ഒരു മാസം റഷ്യയിൽ നിന്നും വാങ്ങുന്നുള്ളൂ എന്ന പരിഹാസ രൂപേണയാണ് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. റഷ്യയുടെ നാച്ചുറൽ ഗ്യാസിനെ ആശ്രയിച്ചു കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ശീതകാലത്ത് അതല്ലാതെ മറ്റൊരു മാർഗവും കണ്ടെത്താനാകില്ല. കടുത്ത തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. അവർക്കെതിരെ നടത്താത്ത ഉപരോധം എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ബ്രസീലിനെതിരെയും അമേരിക്ക നടത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കണക്കാക്കി മാത്രമാണ് എന്നുള്ളതാണ് ഉത്തരം. ഈ 3 രാജ്യങ്ങളും റഷ്യയോട് സഹകരിക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ ഉപരോധങ്ങൾ ശക്തമായി നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 രാജ്യങ്ങളും കരുത്താർജിക്കുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ്. അടുത്ത 50 ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ വ്ളാഡിമിർ പുടിനെ നിർബന്ധിക്കണമെന്നാണ് നാറ്റോ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശം. ഇത് നടപ്പായില്ലെങ്കിൽ അത് അമേരിക്കയുടെ സ്വാധീനത്തിന് ഏൽക്കുന്ന വലിയ ആഘാതമായിരിക്കും.